അസ്സലാമു അലൈക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പവിത്രമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയായി. ഇതുവരെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വർജിക്കാൻ സമയമായി. റജബ് മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാസങ്ങളെ അപേക്ഷിച്ച് റജബിനുള്ള ശ്രേഷ്ഠത ഇതര അമ്പിയാക്കളേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. അറബി മാസങ്ങളിൽ ഏഴാമതാണ് റജബ്. 12 മാസങ്ങളിൽ മഹത്വം കൂട്ടിക്കൊടുത്ത മാസങ്ങളിൽ ഒന്നാണ് റജബ്. റജബിലെ റാ റഹ്മത്തിനെയും ജ ജന്നത്തിനെയും ബ ബറക്കത്തിനെയും സൂചിപ്പിക്കുന്നു. ഒരുപാട് ആനുകൂല്യങ്ങളുമായി റജബ് ഒന്നിന് പ്രത്യേക മലക്കുകൾ ഇറങ്ങി വരുന്നു. ശവ്വാൽ 1 മാസപ്പിറവി കാണുന്നതോടു കൂടിയാണ് അവരുടെ മടക്കം. റജബ് മാസം വിതയുടെയും ശഅബാൻ മാസം നനയുടെയും റമളാൻ മാസം കൊയ്ത്തിന്റെയും മാസങ്ങളാണ്. റമളാൻ മാസത്തിൽ കൊയ്തെടുക്കണമെങ്കിൽ റജബ് മാസത്തിൽ വിതയ്ക്കണം. റജബ് നഷ്ടപ്പെടുത്തിയവർക്ക് ശഅബാനും റമളാനും നഷ്ടം തന്നെ. നാം അധിക പേരും ഒരുങ്ങാൻ തുടങ്ങുന്നത് ശഅബാൻ 29 അല്ലെങ്കിൽ റമളാൻ 1 ആയിരിക്കും. ഇന്ന് മുതൽ തന്നെ നമുക്ക് ഒരുമിച്ച് തുടക്കം കുറിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാം പതിവാക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കാം. ദിവസം 1 ജുസ് എങ്കിലും ഖുർആൻ ഓതാം. സോഷ്യൽ മീഡിയയുടെ അനാവശ്യമായ ഉപയോഗം കുറയ്ക്കാം. മഗ്രിബ് ഇശാഇനിടയിൽ ഖുർആൻ ഓതുകയോ ദിക്ർ ചൊല്ലുകയോ ചെയ്യുക. സ്വലാത്തുകളും തഹ്ലീലും അധികരിപ്പിക്കുക. നേരത്തെ ഉണരുകയും 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കുകയും ചെയ്യുക. വിത്ർ, ളുഹ, തസ്ബീഹ് പോലുള്ള സുന്നത്തുകൾ പതിവാക്കുക. തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. ദാനധർമ്മങ്ങൾ പതിവാക്കുക. നാം ചെയ്യുന്ന ഓരോ അമലും നാളേക്കുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ. സ്വാലിഹായ അമലായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ.